ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 26 മോറിറ്റ്സ് മോഗ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബോയ് കിൽസ് വേൾഡ് എന്നുള്ള ചിത്രം. ഈ ചിത്രം ഒരു മസ്റ്റ് വാച്ചബിൾ ചിത്രമാണ്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ വഴി റെൻറ്റഡ് ഫോർമാറ്റ് വഴി അവൈലബിൾ ആണ്. 2023 ഫിലിം ഫെസ്റ്റിവലിൽ ഇറങ്ങിയൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ നേടാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു 2024 ബെസ്റ്റ് ആക്ഷൻ ബ്രൂട്ടൽ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ കണ്ടതിൽ 2024 ബെസ്റ്റ് ആക്ഷൻ ബ്രൂട്ടലിറ്റി സിനിമ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോയ് കിൽസ് വേൾഡ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഞാൻ കണ്ടു നോക്കി, ട്രെയിലറോ ടീസറോ ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടത്. സിനിമ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറും 50 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. നീതി പുലർത്തുന്ന ഒരു റണ്ണിങ് ടൈം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മുടെ ചെറുപ്പക്കാരനൊരു കുട്ടി ഉണ്ടായിരുന്നു. അയാളുടെ ഫാമിലിയെ കൊലപ്പെടുത്തുകയാണ് ഒരു ഒറ്റ ആൾക്കാർ ചേർന്ന്. അദ്ദേഹം പേടിച്ച് ഓടി കാട്ടിലോട്ട് കയറുകയാണ്. അവിടെ വെച്ചൊരു അസാസിനെ കണ്ടുമുട്ടുകയായിരുന്നു. അദ്ദേഹം ഈ കൊച്ചിൻ്റെ ചെവിയുടെ കേൾവി നശിപ്പിക്കുകയും നാക്കറക്കുകയും ചെയ്തതിന് ശേഷം അസാസിൻ പഠിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന് സംസാരിക്കാനും കഴിയത്തില്ല, ചെവി കേൾക്കാനും കഴിയത്തില്ല. പക്ഷേ ഒരാളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അയാളുടെ ലിപ്സ് വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, അയാൾ എന്ത് പറയണമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാൾ 10-25 വർഷം അങ്ങനെ കഷ്ടപ്പെട്ട് അസാസിൻ പഠിച്ചതിന് ശേഷം ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കൊലപ്പെടുത്തിയ കുറച്ച് പേരെ കാണുകയും അതിൻ്റെ ബാക്കിൽ പിന്തുടരുന്ന കഥയും തൻ്റെ ഫാമിലിയെ കൊലപ്പെടുത്തിയവരോട് റിവെഞ്ച് ചെയ്യാൻ പോകുന്ന കഥയാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വൺ മാൻ ആർമി സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെയധികം ആക്ഷൻസും ബ്രൂട്ടാലിറ്റി നിറഞ്ഞിട്ടൊരു സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. വയലൻസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് നിങ്ങൾക്കുള്ളത്. നല്ല അത്യാവശ്യം ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ബ്രൂട്ടാലിറ്റി നല്ലുണ്ട്, നല്ല വയലൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പം മനോധൈര്യമുള്ളവർ കാണാതിരിക്കുക. കാരണം വെച്ചാൽ വയലൻസ് ഒക്കെ നല്ല ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ നല്ല വയലൻസ് ഉള്ളൊരു സിനിമയാണ്. പിന്നെ അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ട്. ആക്ഷൻ സീക്വൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇഷ്ടം പോലെ വൺ ഷോട്ടുകളുണ്ട്, ഗൺ ഷോട്ടുകളുണ്ട്, വെട്ടും കുത്തും കൊലപാതകം ഇഷ്ടം പോലെ ഉണ്ട്. ചോരയൊക്കെ തെറിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ബ്രൂട്ടാലിറ്റിയുള്ള സിനിമയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി കാണാൻ ശ്രമിക്കുക. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കുക. ഇത് എൻ്റെ കാഴ്ചപ്പാട് റിവ്യൂ ആണ്. ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് നിങ്ങൾ അറിയിക്കേണ്ട എൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ടെസ്റ്റ് ഒരുപോലെ ഇരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടവരും കാണും, ഇഷ്ടപ്പെടാത്തവരും കാണും. പക്ഷേ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വൺ ഓഫ് ദി വാച്ചബിളാണ് ഈ സിനിമ. അത്രയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഇറങ്ങിയിൽ 2024 നല്ല ബ്രൂട്ടാലിറ്റിയുള്ള സിനിമയാണ് ബോയ് കിൽസ് വേൾഡ് എന്നുള്ള ചിത്രത്തിലെ നായകനെ നമുക്ക് പരിചയമുണ്ട്. കാരണം വെച്ചാൽ ഇറ്റ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 പ്രധാന നായകനാണ് ഇതിലും അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അഭിനയമെല്ലാം ടോപ്പ് നോച്ചാണ്. എല്ലാവരും നല്ല വൃത്തി അഭിനയിച്ച് തകർത്തിട്ടുണ്ടെന്ന ഒരു സിനിമയാണ്. ഇമോഷണലൊക്കെ അത്യാവശ്യം കണക്റ്റാവുന്ന സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആക്ഷൻസിനാണ് പ്രധാനം കൊടുക്കുന്നത്. ആക്ഷൻ സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബ്രൂട്ടാലിറ്റി, ഒരു അത്യാവശ്യം ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സിനിമയ്ക്ക്. ക്ലീശയൊക്കെ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലീശയാണ്, പക്ഷെ ചെറിയ ആ ട്വിസ്റ്റ് വേറിട്ടൊരു ട്വിസ്റ്റ് തന്നെയാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് മസ്റ്റ് വാച്ചബിളാണ്. സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബോയ് കിൽസ് വേൾഡ് എന്ന ചിത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നതെന്ന് സഹായിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.